ക്യാമ്പസിൽ സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികൾ 33 ലക്ഷം രൂപ അടയ്ക്കണമെന്ന വിചിത്ര ഉത്തരവുമായി അധികൃതർ. കോഴിക്കോട് NIT ആണ് സമരം ചെയ്തതിന്റെ പേരിൽ വിദ്യാർത്ഥികളിൽ നിന്നും ഭീമമായ പിഴ ഈടാക്കാൻ ഒരുങ്ങുന്നത്. വിദ്യാർത്ഥി സമരം മൂലം കോളേജിന്റെ പ്രവൃത്തി സമയം നഷ്ടമായി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സമാധാനപരമായി നടത്തിയ പ്രതിഷേധത്തിന്റെ പേരിൽ മലയാളി വിദ്യാർത്ഥികളെ മാത്രം ബലിയാടാക്കിയെന്നാണ് ആരോപണം. 1.5 മാസം മുമ്പ് ഇവര് കോളേജിൽ ടൈമിങ്സ് റിവോക്ക് ചെയ്തായി. അതായത് കോളേജും ക്യാമ്പസും അല്ല ഹോസ്റ്റലൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ. അപ്പൊ അതുകൊണ്ട് ലാബ്സിലൊക്കെ രാത്രിയൊക്കെ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം കർഫ്യൂ റെസ്ട്രിക്ട് ചെയ്തു. ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ തരുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് കോളേജ് യൂണിയനോടെങ്കിലും ഡിസ്കസ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ഒരു പീസ്ഫുൾ ആയിട്ട് ഒരു പ്രൊട്ടസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോപ്പർട്ടി ഒന്നും ഡാമേജ് ചെയ്യാത്ത രീതിയിൽ പീസ്ഫുള്ളായി ഒന്ന് പിന്നെ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞ് ഒരു പ്ലക്കാർഡ് മേടിച്ച് നെഗോഷിയേറ്റ് ചെയ്തു. അപ്പൊ അവര് തിരിച്ചിങ്ങോട്ട് വന്ന് നമുക്ക് കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞ് ഒരു ഹാളിൽ പോയി ഇരുന്ന് സംസാരിച്ചു. പക്ഷെ കോംപ്രമൈസ് ആയില്ല. കോഴിക്കോട് NITയിൽ രാത്രി നിയന്ത്രണത്തിനെതിരെ മാർച്ച് 22-ന് വിദ്യാർത്ഥി സമരം നടന്നിരുന്നു. സമരം കാരണം അന്ന് അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും ക്യാമ്പസിനകത്ത് പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല. അതോടെ ക്യാമ്പസിന്റെ പ്രവർത്തനം ഒരു ദിവസം മുടങ്ങി. സമാധാനപരമായി പ്ലക്കാർഡേന്തി നടത്തിയ സമരത്തിൽ ഒരു നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു. പീസ്ഫുൾ പ്രൊട്ടസ്റ്റിന് അറൗണ്ട് 600-700 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. 2.5 മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഗവൺമെന്റ് സർവീസ് തടസ്സപ്പെടുത്തിയതും പറഞ്ഞ് 33 ലക്ഷം രൂപയുടെ ഫൈൻ. അതായത് 5 പേരെയാണ് ഇവർ ഐഡന്റിഫൈ ചെയ്തത്. ഒരാൾക്ക് 6 ലക്ഷം രൂപ ഫൈൻ വെച്ച് ഇട്ടു തന്നു. തെറ്റു പറയണത് അതായത് വർക്കിംഗ് അവേഴ്സ് തടസ്സപ്പെടുത്തി, അത്രേ ഉള്ളൂ. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തു, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഡാമേജ് ഒന്നും ചെയ്തില്ല. അതായത് വഴി അടച്ചു, ഓഫീസിന് വരാൻ പറ്റില്ല. അത് മാത്രമാണ് ഇതിൽ പറയുന്നത്. ഇത് മാർച്ചിലാണ് ഈ ഒരു സമരം നടന്നത്. ഈ സമരം മൂലം ക്യാമ്പസ് പ്രവർത്തിക്കാത്തതിനാലുണ്ടായ നഷ്ടം നികത്താനെന്ന പേരിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്നും ഭീമമായ തുക നഷ്ടപരിഹാരം ഈടാക്കാൻ തീരുമാനിച്ചത്. 600-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത സമരത്തിന് നേതൃത്വം നൽകിയെന്നതിൻ്റെ പേരിൽ 6 മലയാളി വിദ്യാർത്ഥികൾക്കെതിരെയാണ് പിഴ ഈടാക്കൽ നടപടിയിലേക്ക് NIT നീങ്ങിയത്. 6.5 ലക്ഷം രൂപയാണ് ഒരാൾ പിഴയായി അടയ്ക്കേണ്ടത്. ഉത്തരേന്ത്യക്കാരടക്കമുള്ള വിദ്യാർത്ഥികൾ സമരത്തിൽ പങ്കെടുത്തിട്ടും മലയാളി വിദ്യാർത്ഥികളായ 6 പേരോട് മാത്രമാണ് ഈ വിവേചനം കാണിച്ചതെന്നും ആക്ഷേപമുണ്ട്. നേരത്തെ ക്യാമ്പസിനകത്ത് 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന ക്യാൻറ്റീൻ രാത്രി നിയന്ത്രണത്തിൻ്റെ ഭാഗമായി 11 മണിവരെ മാത്രമേ തുറക്കാൻ അനുവദിക്കുന്നുള്ളൂ. ഈ സാഹചര്യത്തിലായിരുന്നു വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയിരുന്നത്. NIT രജിസ്ട്രാറുടെ പുതിയ നീക്കത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.